ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചൂരിദാറിൻ്റെ നെക്ക് ക്യാൻവാസ് വെച്ച് തയ്ക്കുന്നതാണ് കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട അളവിൽ നമ്മളിവിടെ ക്യാൻവാസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഈ ഒരു സൈഡ് വശമില്ലേ, ഈ ഒരു സൈഡ് വശം നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ലൈനിങ് പാർട്ടിനെ ഇതുപോലെ വെക്കുക. അതിനുശേഷം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വെക്കുക. അതായത് ഇവിടെ സെൻറ്റർ ഭാഗം കണ്ടു, അതായത് ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം കണ്ടു, ലൈനിങ്ങും ഷോൾഡറിൻ്റെയും സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ ഒരു ലൈനിങ് പാർട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗവും നമ്മളിവിടെ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കണം കണ്ടോ. അപ്പോൾ നമുക്ക് ചൂരിദാർ ടോപ്പിൻ്റെ നല്ല വശമാണ് നമുക്കിവിടെ മുകളിൽ വരേണ്ടത് കണ്ടോ. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്കൊന്ന് ഇതുപോലെ തയ്ച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു കോണ് വരുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് തെന്നിമാറി പോകാതിരിക്കാൻ നമുക്ക് നല്ലവണ്ണം ഒന്ന് പിൻ ചെയ്തിട്ടൊക്കെ കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരൊക്കെ ആകുമ്പോൾ നമുക്കത് പിൻ ചെയ്തിട്ട് വേണം. ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് വെച്ചതുപോലെ പിന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ തുണി ഒരിക്കലും അവിടെ നിന്ന് തെന്നിമാറി പോവില്ല. അതുപോലെ തന്നെ ഇവിടെയൊക്കെ സ്റ്റോണാണുള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റോണുള്ള ഭാഗങ്ങളിലൊക്കെ തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കണം കേട്ടോ. സൂചി പൊട്ടിപ്പോകും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഇതുപോലുള്ള സ്റ്റോൺ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ രീതിയിൽ തയ്ച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ക്യാൻവാസിന് ടച്ച് ചെയ്യാതെ ക്യാൻവാസിൻ്റെ അരികിൽ കൂടി കേട്ടോ, ആ ഒരു സൈഡിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് ബാക്കി ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ കണ്ടോ, ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കണം കണ്ടോ. ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കുക കണ്ടോ. ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് ഉൾവശത്തേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കണ്ടോ. ഈ ഒരു രീതിയിൽ ഉൾവശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെ മറിച്ചിട്ടു. ഇനി നമുക്കിത് മുകൾ ഭാഗത്ത് തയ്ക്കാം. അപ്പം നമ്മളിവിടെ സൈഡിൽ കൂടി നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കാറുണ്ട്. എന്നാൽ നമുക്ക് മുകൾ ഭാഗത്ത് ഈ ഒരു രീതിയിലുള്ള ഫിനിഷിംഗ് ആണ് വേണ്ടതെങ്കിൽ, അതായത് മുകളിൽ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ ഫിനിഷിംഗ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ഇതുപോലെ ലൈനിങ് പാർട്ടും അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗവും ഇതുപോലെ വെച്ച് കണ്ടോ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് നമ്മുടെ ആ ഒരു ക്യാൻവാസ് വെച്ച ആ ഒരു പാർട്ടിലെ ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടിയാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരേണ്ടത് കണ്ടോ. ഇതുപോലെ കറക്റ്റ് നമ്മുടെ ആ ഒരു കോണൊക്കെ കറക്റ്റ് വരുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് കണ്ടോ നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്ക് നെക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ നമുക്ക് നെക്ക് കിട്ടും, നല്ല ഫിനിഷിങ്ങോടുകൂടി അവിടെ നിൽക്കും. അതായത് മുകൾ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് കാണില്ല. ഇനി അതിനുശേഷം നമ്മുടെ ഈ ഒരു ക്യാൻവാസ് വെച്ച പീസില്ലേ, ആ ഒരു പീസിൻ്റെ സൈഡ് വശമില്ലേ, നമ്മൾ ആദ്യം മടക്കിയടിച്ച ഭാഗം, ആ ഒരു ഭാഗം ഇവിടെ ഇതുപോലെ പതിച്ച് വെച്ച് ലൈനിങ് പീസിൽ നമുക്കിത് കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഇതുപോലെ അരികിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ നമുക്കൊന്ന് കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ വരുന്ന ബോഡി പാർട്ടിൽ നമുക്ക് എക്സ്ട്രാ വരുന്ന പീസുകൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇരു ഭാഗവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ നെക്കിൻ്റെ ഭാഗം നല്ല ഫിനിഷിങ്ങോടുകൂടി നമുക്കിവിടെ തയ്ച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഉൾവശവും നല്ല ഫിനിഷിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തും നല്ല വൃത്തിയോടുകൂടി നമുക്കിവിടെ തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.